വെരി നമസ്കാരം ഗൈസ്. ഇത് കണ്ടോ, എന്നെ എന്തോ ഒരു ഇൻസെക്റ്റ് കടിച്ചതാ. ചെറിയൊരു ഡോട്ടായിരുന്നു, അത് പീക്കോലായി. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെന്തോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. അപ്പോ എന്തോ ഒരു ബൈറ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഇത് എനിക്ക് ഇവിടെ ഉണ്ട്, കാലിന്റെ സൈഡിലും ഉണ്ട്. പൊന്നൂനും കിട്ടി. പൊന്നൂന്റെ കൂടെ 4 എന്തോ ഒരു ബൈറ്റ്, ഒരു സാധനമാണ് അതെന്തോ കടിച്ചെന്നാ പറഞ്ഞ. അപ്പം അത് ഭയങ്കര ഇടങ്ങാറാന്നേ. ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇച്ചിങ് വരും, നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മാറ്ററിലോട്ട് വരാം. വെൽക്കം ടു മാറ്റ് വൈബ്സ് നോ ചാനൽ. എല്ലാവരും നല്ല ഫുൾ ഓൺ വൈബ് ആയിട്ട് ഇരിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം മാറ്റർ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊപ്പിയാണ് ഇന്നത്തെ മാറ്റർ. ഇത് ഒരു കണ്ടന്റ് അല്ല ഒരിക്കലും, എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഓക്കെ, എങ്ക പാത്താലും ഒരേ തമ്മിൽ ഒരേ കണ്ടന്റ്. തൊപ്പി ഫസേ അൺഫോളോ ചെയ്തു. അതിന് നിങ്ങൾക്ക് എന്താ മച്ചന്മാരെ? നിങ്ങളുടെ വീട്ടിൽ ഗ്യാസ് കത്തുന്നില്ലേ? സംഭവങ്ങൾ വേവുന്നില്ലേ? മോട്ടർ അടിക്കുമ്പോൾ വെള്ളം കയറുന്നില്ലേ? സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നില്ലേ? കാലിനകത്ത് തൊറ്റി നടക്കാൻ പറ്റുന്നില്ലേ? എല്ലാവരും ഓക്കെ ആയിട്ട് ചില്ലായിട്ടിരിക്കുന്നില്ലേ? ഇവിടെ ആരാരെ അൺഫോളോ ചെയ്യുന്നു, ആരാരെ പ്രേമിക്കുന്നു, ആരാരെ ബ്രേക്കപ്പ് ചെയ്യുന്നു, ആരാരെ ഡിവോഴ്സ് ചെയ്യുന്നു, ഇത് നമ്മളെ ബാധിക്കുന്ന മാറ്ററേ അല്ല, അല്ലേ? അതെ. എന്നാൽ ചിലർക്ക് ഇതൊക്കെ ഒരു മാറ്ററാണ്. കാരണം ആരാണ്ടമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോ അയ്വാ കാണാൻ എന്താ രസം, ഇങ്ങനെ കുത്തി വേദനിപ്പിച്ചിട്ട് വേദന ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ. തൊപ്പിയുടെ ലൈവില് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി, ഒരു യൂട്യൂബർ, പുള്ളിയാണ് ആദ്യം ഈ സംഭവം എടുത്ത് കണ്ടന്റ് ആക്കിയത്. അപ്പൊ അവിടെ ഓൾമോസ്റ്റ് വന്നിരിക്കുന്ന സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കണ്ടന്റ് ഒന്നും ഇല്ലടാ എന്നുള്ളതായിരുന്നു ആ കമന്റ് ബോക്സില് ഏറെക്കുറെ ഉള്ള ഒരവസ്ഥ. പിന്നെ ചില പണിക്കേഴ്സ് ഇൻ ദ സെൻസ് ലൈക്ക് ജ്യോതിഷം, ഇതെനിക്ക് നേരത്തെ അറിയായിരുന്നു, ഇത് തന്നെയാണ് അവിടെയും വന്നിരിക്കുന്നത്. അപ്പോ ഒന്നാമത്തെ കാര്യം, ഈ ഡിവോഴ്സ് മാറ്റർ, ഈ ബ്രേക്കപ്പ് മാറ്റർ, അതൊന്നും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവച്ച് തേക്കേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയയിലെ ആൾക്കാർക്ക് ഇതൊക്കെ ഒരു സന്തോഷമാണ്. ഇപ്പോ തൊപ്പിയും ഫസിയും തമ്മിൽ അവരുടേതായ പേഴ്സണൽ കാര്യം, അവരുടേതായ കാര്യങ്ങൾ അവർ ബ്രേക്കപ്പ് ചെയ്തു. അവര് ലൈക്ക് തൊപ്പി ലൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അത് ബ്രേക്കപ്പ് ആയി, അത്ര തന്നെ. അതിനകത്തേക്ക് വായി അല്ലെങ്കിൽ ആഹാ ഓഹോ അയ്യോ അറിയായിരുന്നല്ലോ, എന്തിനാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ആസ് എ പേഴ്സൺ ഞാൻ തൊപ്പിയുടെ വീഡിയോസ് ലൈവൊക്കെ കാണാൻ നോക്കിയിട്ട് കുറെ കാലമായി. പക്ഷെ ഞാൻ വി മെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ തൊപ്പിയെ കണ്ടതാണ്. ആള് നമ്മൾ ലൈവില് കാണുന്ന പോലെയല്ല. ആള് ഭയങ്കര സൈലന്റ് ആണ്, മെച്ചുവേർഡ് ആണ്. വേ ഓഫ് ഹിസ് ആറ്റിറ്റ്യൂഡ് ഇസ് സിംപ്ലി സൂപ്പർ ആൻഡ് ബ്രില്യന്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ബ്രില്യന്റ് ആണ്. എന്റെ തൈറോയ്ഡ് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ കുറെ സംസാരിച്ച് കഴിയുമ്പോൾ എന്റെ ത്രോട്ട് ഇങ്ങനെ ഡ്രൈയോ. അപ്പൊ അതാണ് നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്റെ ഇവിടെ എന്ത് പറ്റി. തൈറോയ്ഡ് കൗണ്ട് നല്ല രീതിയിൽ കൂടുതല. അപ്പം അതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. ഈ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ബോഡി റിഫ്ലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, രീതിയിൽ പള്ളി തരുന്ന സാധനമാണ് ഈ തൈറോയ്ഡ്. ഹോർമോൺസ് ഒക്കെ പ്രശ്നമാക്കുന്ന സംഭവമാണ്. ഓക്കെ, അപ്പൊ അതല്ല മാറ്റർ. എനിക്ക് സംസാരിച്ച് നോക്കുമ്പോൾ തൊണ്ട ഡ്രൈ ആയി. ഇതിനു മുമ്പ് 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഒരുപാട് ട്രോൾസ്, മെൻസ് സംഭവങ്ങളൊക്കെ ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏതൊരു വ്യക്തിയാണെങ്കിലും ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഈസ് ഡാം ഹെവി. അത് എന്ത് കാര്യത്തിലാണെങ്കിലും മെന്റലി നല്ല രീതിയിൽ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഇത്. അപ്പൊ നിങ്ങൾക്ക് എന്താ കാര്യം എന്നറിയില്ല. നിങ്ങൾ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്നു, ഡിഫാം ചെയ്യുന്നു, കളിയാക്കുന്നു. തൊപ്പി തന്നെ ഓൾറെഡി ലൈവിൽ പറയുന്നുണ്ട്, എനിക്ക് ആളെ പറ്റി കേൾക്കണ്ട, അൺഫോളോ ചെയ്തു, ഡോണ്ട് ആസ്ക്. ഇത് ചോദിക്കരുത് പറഞ്ഞാലും ചോദിച്ച് വേദനിപ്പിക്കാനായിട്ട് കുറെ ടീംസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഡിപ്രഷൻ കാര്യങ്ങളെല്ലാം തൊപ്പി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തൊപ്പിയോട് പറയാനുള്ളത്, ഇവര് എന്റെ പൊന്നു തൊപ്പി, ഇവരോട് ഞാൻ മെന്റലി വീക്ക് ആയിട്ടിരിക്കുകയാണ്, ഞാൻ പ്രശ്നത്തിലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവൻ അങ്ങനെ തന്നെ വേണമെന്ന് പറയുന്ന ആൾക്കാരുകളുണ്ട്. സോ ദാറ്റ്സ് വാട്ട് ഐ എം ടെല്ലിങ്. റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ് ഈസ് എൻറ്റർലി ഡിഫറെന്റ്. ചത്ത് കിടക്കുകയാണെങ്കിലും റിയൽ ലൈഫിൽ ചിരിച്ചു കാണിക്കുന്നവരുണ്ട്, അതേപോലെ ഒന്നും സംഭവിക്കാത്തമാര് നിൽക്കുന്നവരുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാവരും അറിയേണ്ട ആവശ്യമില്ല.
ഒന്നാമത്തെ കാര്യം. ഞാൻ തൊപ്പിയെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ലോ കേട്ടോ, ഒരു മാറ്റർ പറഞ്ഞാണ്. കൂടുതൽ ഞാൻ പറയുന്നത് പ്രേക്ഷകരോടാണ്. ദൈവത്തെ ഓർത്ത് ഇമാതിരി ട്രോൾസ് ഉണ്ടാക്കാനും മെൻസ് ഉണ്ടാക്കാനും കളിയാക്കാനൊക്കെ നിൽക്കാതിരിക്കുക. തിരുവനന്തപുരത്തുള്ള ഒരു കുട്ടി സൈബർ ബുള്ളിങ് കാരണം മരിച്ചു എന്നുള്ളൊരു കേസ്, ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു കേസ് നമ്മൾ കേട്ടു. ആഫ്റ്റർ ദാറ്റ് പിന്നെ പ്രശ്നങ്ങൾ മാറി വന്നു. ഇപ്പൊ പല രീതിയിലായിട്ട് ആ വ്യക്തി, ആ പയ്യൻ ഇപ്പോ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അതിനകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മെന്റലി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് പല ആൾക്കാരും, നമ്മളിൽ പലരും മെന്റലി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് മൈൻഡ് ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്ത് റീൽസ് നോക്കുന്നവരൊക്കെയാണ്. അപ്പൊ തൊപ്പിയെ സംബന്ധിച്ചിടത്തോളം, ഫസിയെ സംബന്ധിച്ചിടത്തോളം അത് അവർ തമ്മിലുള്ള കാര്യമാണ്. ലെറ്റ് ദം ലീവ് ആൻഡ് ലെറ്റ് ലീവ് ഗൈസ്. സോ ഇങ്ങനെ മനസ്സുണ്ടാക്കുക, കളിയാക്കുക, ട്രോളിടുക, ഇതൊക്കെ അവർക്ക് എന്തോരം പെയിൻഫുൾ ആയിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തോരം പെയിൻഫുൾ ആയിരിക്കുന്നു. അത് അവിടെ കയറിയിട്ട് നിങ്ങൾ എന്തിനാണ് എനിക്ക് അറിയായിരുന്നു എന്ന് പറയുന്നത്? അത് ഭയങ്കര ഒരു കഴിവാണല്ലോ. നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോണെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നത്? പിന്നെ ആ പെൺകുട്ടിയെ പറ്റി കുറെ മോശമായിട്ട് സംസാരിക്കുക, ആ പെൺകുട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാ. സോ അതൊക്കെ ഭയങ്കര ഓക്വേർഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ദൈവത്തെ ഓർത്ത് ഇത് നിർത്തുക. കാരണം ഈ ബുള്ളിങ്ങും ഡിഫാമേഷനും അല്ലെങ്കിൽ കളിയാക്കലും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരേപോലെ എടുക്കണമെന്നില്ല. അവരവരുടെ വഴിക്ക് പോകട്ടെ, അവരവരുടെ കാര്യങ്ങൾ ചെയ്തോട്ടെ. തൊപ്പിയുടെ ലൈവിലാണെങ്കിലും മെൻസ് ആണെങ്കിലും ട്രോൾസിലാണെങ്കിലും കളിയാക്കാതെ അവരവരുടെ വഴിക്ക് പോയിക്കോട്ടെ. നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഇതൊരു റിക്വസ്റ്റ് ആണ്. ഇത് തൊപ്പിയോടും അവരോടൊന്നും മാത്രമല്ല, ആരോടാണെങ്കിലും അവരുടെ ഒരു സങ്കടത്തിൽ കയറി നിന്ന് താണ്ട പാടാൻ നിൽക്കരുത്. താങ്ക് യു.